ഹലോ എവരി വൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. ഇന്ന് നമ്മൾ PSC കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായ പീരിയോഡിക് ടേബിൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകൾ പീരീഡുകളെയും നല്ല രീതിയിൽ മനസ്സിലാക്കുക. രണ്ടാമത്തത് അവരുടെ ബാഹ്യമത ശരിയിലുള്ള ഇലക്ട്രോണുകൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. മൂന്നാമത്തെ കാര്യം അവരുടെ വാലൻസി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. പിന്നെ നാലാമത്തെ കാര്യം ആ ഒരു മൂലകങ്ങളെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓർത്തിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആധുനിക പീരിയോഡിക് ടേബിൾ ആണ് കേട്ടോ, മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ്. അപ്പൊ ഞാനിവിടെ ഒരു മോഡേൺ പീരിയോഡിക് ടേബിൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം ഇതിനകത്ത് എന്തുകൊണ്ട് ധാരാളം മൂലകങ്ങൾ ഒരു അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, എന്തിന്റെയൊക്കെയോ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇവരെന്താണ് നമുക്ക് കാണുമ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും അല്ലേ. അപ്പൊ നമ്മൾ ഇവരെ വളരെ സിമ്പിളായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ടേബിൾ, ഒരു പീരിയോഡിക് ടേബിൾ നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ടേബിൾ എന്നുള്ളത്. എന്താണ് ടേബിൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ടേബിൾ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ 4x4 എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൽ 4 റോസും ഉണ്ട്, 4 കോളംസും ഉണ്ട്. എന്താണ് റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടേബിളിൽ ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ വരുന്നവരെയാണ് നമ്മൾ റോസ് എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു ടേബിളിൽ നമുക്ക് 4 റോസ് കാണാനായിട്ട് സാധിക്കും അല്ലെ, ഈ ഒരു ഡയറക്ഷനിൽ എടുക്കുകയാണെങ്കിൽ. എന്നാൽ എന്താണ് കോളം? നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരാണ് കോളം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേബിളിൽ നമുക്ക് എത്ര കോളം കാണാനായിട്ട് സാധിക്കും? 4 കോളംസ് കാണാനായിട്ട് സാധിക്കും. അതായത് മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ വരുന്നവരാണ് നമ്മൾ എന്ന് പറയുന്നത് കോളംസ് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ധാരാളം റോസും കാണാനായിട്ട് സാധിക്കും, ധാരാളം കോളംസും കാണാനായിട്ട് സാധിക്കും അല്ലെ. ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് ധാരാളം കോളംസ് കാണാനായിട്ട് സാധിക്കും, ഈ ഡയറക്ഷനിൽ നമുക്ക് ധാരാളം എന്ത് കാണാനായിട്ട് സാധിക്കും? റോസ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഈ ഒരു സ്ട്രക്ചർ നൽകിയത് ഹെൻറി മോസ്ലി ആണ് കേട്ടോ. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഹെൻറി മോസ്ലി ആണ്. മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18 കോളമാണ് കാണാൻ കഴിയുന്നത് അല്ലെ. ഇത് ഒന്നായിട്ട് ഒരു കോളമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ 18 കോളമാണ് നമ്മുടെ ഈ ഒരു പീരിയോഡിക് ടേബിളിൽ ഉള്ളത്. എത്ര റോസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 റോസ് ആണ് ഉള്ളത് അല്ലെ. ഇങ്ങനെയുള്ള റോസിനെ നമ്മൾ ഒരു മോഡേൺ പീരിയോഡിക് ടേബിളിലുള്ള ഈ റോസിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അവരെയാണ് നമ്മൾ അതിന്റെ പീരീഡ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് പീരീഡ്സ്? എന്നാൽ കോളംസ് എന്ന് പറയുന്നവരെയാണ് നമ്മൾ ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഗ്രൂപ്പ്സ് എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തത്തിൽ എത്ര പീരീഡുകളുണ്ട്? 7 പീരീഡാണുള്ളത്. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളാണല്ലേ നമുക്കുള്ളത്. അതായത് ഒരു ആധുനിക പീരിയോഡിക് ടേബിളിലെ പീരീഡുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 7 ആണ്. ഗ്രൂപ്പുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 18 ഗ്രൂപ്പാണ് നമുക്കുള്ളത്. ഇനി നമ്മൾ വേറെ കുറച്ച് മഞ്ഞ സ്ക്വയർ ബോക്സുകളിലുള്ള ആളുകളെ കാണിച്ചിട്ടുണ്ട് അല്ലെ. അവരാണ് ഇതിലെ മൂലകങ്ങൾ അല്ലെ, എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അവരൊരു 88 എലമെന്റ്സിനെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഒരു 2 പാർട്ടിൽ ഒരു വേക്കൻസി അല്ലെ, ഒരു ആളില്ലാത്ത ഒരു സ്ഥലം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ആളില്ലാത്തതല്ല, അവിടെയുള്ള ആളുകളെ നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ താഴെയാണ് വരയ്ക്കുന്നത് കേട്ടോ. പീരിയോഡിക് ടേബിളിന്റെ താഴെയാണ് വരയ്ക്കുന്നത്. അവരെ നമ്മൾ ലാന്ത നോഡുകളെന്നും ആക്ടി നോഡുകളെന്നും വിളിക്കും. അപ്പൊ ഇതെന്തുകൊണ്ട് ഈ താഴെ വരച്ചു എന്നുള്ള കാര്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അറിയേണ്ടത് ഈ പീരിയോഡിക് ടേബിളിന്റെ താഴെ കാണിച്ചിരിക്കുന്ന ആ ഒരു 15 മൂലകങ്ങളെ നമ്മൾ ലാന്ത നോഡുകളെന്നും വേറെ 15 മൂലകങ്ങളെ നമ്മൾ ആക്ടി നോഡുകളെന്നും വിളിക്കും. ഈ ലാന്ത നോഡുകളുടെ സ്ഥാനം ഇവിടെയാണ് വരേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? മോസ്റ്റ്ലി അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ എലമെന്റുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലാന്ത നോഡുകൾ വരേണ്ട സ്ഥലമാണ് ഏത്? ഇത്. ആക്ടിനോഡുകൾ വരേണ്ട സ്ഥലമാണ് ഏത്? ഇത്. ഓക്കെ. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം മൊത്തത്തിൽ 88 മഞ്ഞ ബ്ലോക്കുകളുണ്ട് അല്ലെ, മഞ്ഞ ബ്ലോക്കുകളുണ്ട്. 15 ലാന്തനോഡുകളുണ്ട്, 15 ആക്ടിനോഡുകളുണ്ട്. അങ്ങനെ 88 30 ചേർത്ത് 118 മൂലകങ്ങളാണ് നമുക്കൊരു ആധുനിക പീരിയോഡിക് ടേബിളിൽ ഉള്ളത് എന്ന് പറയാം. വളരെ ഈസിയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു പീരിയോഡിക് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏതാണ്? ഒന്നാമത്തെ പീരീഡ് ആണ് അല്ലെ. ഇവിടെ ആകെ 1 1 2 മൂലകങ്ങളാണുള്ളത്. 2 മൂലകങ്ങളുണ്ട്. അവരാണ് ഏറ്റവും ചെറിയ പീരീഡ് എന്ന് അറിഞ്ഞിരിക്കണം. ആദ്യത്തെ പീരീഡ് ആണ് ഏറ്റവും ചെറിയ പീരീഡ്. രണ്ടാമത്തെ പീരീഡിൽ ഇവിടെ 6 മൂലകവും ഇവിടെ 2 മൂലകവും ചേർന്ന് 8 മൂലകങ്ങളാണുള്ളത്. മൂന്നാമത്തെ പീരീഡിലും 8 മൂലകങ്ങൾ തന്നെയാണുള്ളത്. നാലാമത്തെ പീരീഡിൽ 18 മൂലകങ്ങളുണ്ട്. അഞ്ചാമത്തതിൽ എത്ര ഉണ്ട്? 18 മൂലകങ്ങളുണ്ട് അല്ലെ. ആറാമത്തേൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒന്നില്ല അല്ലെ. അവിടെ എത്ര വരും? 17 എണ്ണം വരും. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതിന്റെ അവിടെ എത്ര ഉണ്ട്? 15 എണ്ണം ഉണ്ട് അല്ലെ. ആ ഒരു 15 എണ്ണമാണ് ഇവിടെ വരേണ്ടത് അല്ലെ. അപ്പം 17ഉം 15ഉം എത്രയാണ്? 32 മൂലകങ്ങളാണ്
6ാമത്തെ പീരീഡിൽ വേണ്ടത്. 7ാമത്തെ പീരീഡിലും ഇവിടെ ഒരു 17 എണ്ണം ഉണ്ട്. പിന്നെ ഈ ഒരു നീല കളറിൽ കാണിച്ചിരിക്കുന്നവരാണ് ഇത് ആക്ടിനോഡുകൾ. അവരെത്ര എണ്ണം വരണം? 15 എണ്ണം വരണം. അപ്പൊ 17 + 15 32. അപ്പൊ ഒരു പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ പീരീഡ് ആണ്. അതിലെ മൂലകങ്ങളുടെ എണ്ണത്തിലാണ് രണ്ടാണ് അല്ലെ. ഏറ്റവും വലിയ പീരീഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 6ഉം 7ഉം ആണ്. അതിലെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 32 ആണ് അതിലെ മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത്. ഈ ഒരു പാഠ്യം നമുക്ക് വരാനുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ആവർത്തന പട്ടികയിലെ പീരീഡുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 7 ആണ്. ആവർത്തന പട്ടികയിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 118 ആണ്. 3ാം പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 6 + 2 എത്രയാണ് വരുന്നത്? 8 ആണ് വരുന്നത്. 2ാം പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 8 തന്നെയാണ് വരുന്നത് അല്ലെ. 1ാം പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. അവർ ഹൈഡ്രജനും ഹീലിയവും ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവർ തന്നെയാണ് എന്ത് ഏറ്റവും ചെറിയ പീരീഡ്. ഏതാണ്? 1ാമത്തെ പീരീഡ് അല്ലെങ്കിൽ ആദ്യത്തെ പീരീഡ് ആണ് ഏറ്റവും ചെറിയ പീരീഡ്. അതിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി അടുത്തത് നിങ്ങൾ അറിയേണ്ടത്, ഹെൻറി മോസ്ലി തന്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെയാണ് മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകിയത്. ക്രമ നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ ആണ് കേട്ടോ. അതായത് എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയാണ് ആര് നടത്തിയത്? ഹെൻറി മോസ്ലി നടത്തിയത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ് എന്ന് ആര് പറഞ്ഞു? ഹെൻറി മോസ്ലി പറഞ്ഞു. അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ അവരുടെ ഭൗതികമായ ഗുണങ്ങളും അവരുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലമാണ് എന്ന് ആര് പറഞ്ഞു? ഹെൻറി മോസ്ലി പറഞ്ഞു. അപ്പൊ എന്താണ് അറ്റോമിക് നമ്പർ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അല്ലെ. അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്? അറ്റോമിക നമ്പർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലിയുടെ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഹെൻറി മോസ്ലി മൂലകങ്ങളെ അറേഞ്ച് ചെയ്തത് എന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, ആദ്യത്തെ അറ്റോമിക് നമ്പർ എവിടെ ആയിരിക്കും കൊടുക്കുന്നത്? മുകളിലായിരിക്കും അല്ലെ. 2ാമത്തെ എവിടെ വരും? ഇവിടെ വരും. അങ്ങനെ കൊടുത്ത് എത്ര വരെ നമുക്ക് പോവാം? അങ്ങനെ നമ്മൾ കൊടുത്ത് ഹെൻറി മോസ്ലി ആദ്യത്തെ ഒരു 56 മൂലകങ്ങളുടെ അറ്റോമിക് നമ്പർ അടിസ്ഥാനത്തിൽ അറേഞ്ച് ചെയ്തു. അതിനുശേഷം 57 തൊട്ട് 71 വരെ വരുന്ന മൂലകങ്ങളെ അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തു? ലാന്തനോഡുകളായിട്ട് എടുത്തു. എന്താണ്? ലാന്തനോഡുകൾ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 71 വരെ ആരുണ്ട്? ലാന്തനോഡുകളുണ്ട്. ഇവിടെ 71 അവസാനിച്ചാൽ പിന്നെ ഇവിടെ എത്ര തുടങ്ങാം? 72 തുടങ്ങി, 73, അങ്ങനെ എത്ര വരെ പോയി? 88 വരെ പോയി. ഈ 88 കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള 89 തൊട്ടുള്ള 103 വരെയുള്ള കുറച്ച് മൂലകങ്ങളുണ്ട് അല്ലെ. അവരെയാണ് അദ്ദേഹം ആക്ടിനോഡുകൾ എന്ന് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ 89 ഇവിടെ തുടങ്ങി, 90 ഇവിടെ തുടങ്ങി, 103 അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ വീണ്ടും എത്ര തുടങ്ങണം? 104 തുടങ്ങണം, 105, 118 മൂലകങ്ങൾ. അങ്ങനെയാണ് നമ്മുടെ ആധുനിക പീരിയോഡിക് ടേബിളിൽ ആകെ മൂലകങ്ങളുടെ എണ്ണം എത്ര എന്ന് വന്നത്? 118 എന്ന് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് അവിടുത്തെ ഗ്രൂപ്പുകളെയാണ് കേട്ടോ. ഒരു പീരിയോഡിക് ടേബിളിന്റെ ഗ്രൂപ്പുകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം ഒരു ഓർഡറിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓരോ ഗ്രൂപ്പുകളായിട്ട് പഠിക്കണം. എന്താണ് ഗ്രൂപ്പ്? കോളംസ് ആണ് അല്ലെ. മുകളിൽ നിന്ന് താഴേക്കുള്ളവരെയാണ് നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. അതായത് 18 ഗ്രൂപ്പുകളാണ് ഒരു പീരിയോഡിക് ടേബിൾ ഉള്ളത്. അപ്പൊ നമുക്ക് അതിൽ 1ാമത്തെ ഗ്രൂപ്പ് ഒന്ന് നോക്കിയാലോ. ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1ൽ ആരൊക്കെയാണുള്ളത്? ഹൈഡ്രജൻ ഉണ്ട്, ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീസിയം ഉണ്ട്, ഫ്രാൻസിയം ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇവരെ ഓർത്തിരിക്കാനായിട്ട് ഈസി ട്രിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹൈഡ്രജൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. 1ാമത്തെ എലമെന്റ് ഹൈഡ്രജൻ ആണെന്ന് അറിയാവുന്നതാണ്. അത് ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. പിന്നുള്ളത് ലിഥിയം തൊട്ടാണ്. നോക്കി, ലിറ്റിൽ നോട്ടി കിഡ്സ് റോബ് ക്രിസ്പി ഫ്രൈസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ലിറ്റിൽ നോട്ടി കിഡ്സ് റോബ്സ് ക്രിസ്പി ഫ്രൈസ് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആ ഒരു ഗ്രൂപ്പ് 1നെ ഒന്നുകൂടി വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഗ്രൂപ്പ് 1ൽ വരുന്ന ആദ്യത്തെ 3 എലമെന്റുകൾ ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. അപ്പൊ നോക്കുക, ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. അതിന്റെ മുകളിൽ കാണിച്ചിട്ടുണ്ടല്ലേ. ലിഥിയത്തിന്റെ എത്രയാണ്? 3 ആണ്. സോഡിയത്തിന്റെ 11 ആണ്. അറ്റോമിക നമ്പർ എന്തിനു തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു? അതിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമാണ്. അതാണ് അതിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന് തുല്യമാണ് എന്ന് പറയാം. അപ്പൊ ഹൈഡ്രജനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റോമിക് നമ്പർ 1 ആയതുകൊണ്ട് അതിലെ പ്രോട്ടോണുകൾ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇലക്ട്രോണുകൾ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ലിഥിയം നോക്കിയേ, അറ്റോമിക് നമ്പർ 3, പ്രോട്ടോൺ എത്ര ഉണ്ട്? 3 ഉണ്ട്. ഇലക്ട്രോൺ എത്ര ഉണ്ട്? 3 ഉണ്ട്. സോഡിയത്തിനെ സംബന്ധിച്ച് അറ്റോമിക് നമ്പർ 11 ആണ്. പ്രോട്ടോണിന്റെ എണ്ണം എന്താണ്? 11 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എന്താണ്? 11 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവരെ പറ്റി മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടെ, എന്താണ് ഒരു ആറ്റത്തിന്റെ മാതൃക എന്നുള്ള ഒരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്കത് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
അപ്പൊ ഞാൻ ഒരു ബോർ മാതൃക കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ സെന്ററിൽ ഞാൻ ആ ഒരു ചുമന്ന കളറിൽ കൊടുത്തിരിക്കുന്നവരാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. അവരിൽ നിങ്ങൾക്ക് പ്രോട്ടോണും ന്യൂട്രോണും കാണാനായിട്ട് സാധിക്കും അല്ലെ? ന്യൂക്ലിയസിലെ പ്രോട്ടോണും ന്യൂട്രോണും കാണാനായിട്ട് സാധിക്കും. ഇവരുടെ ചുറ്റും കാണപ്പെടുന്ന ഈ ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാൻ കഴിവുള്ള ആ ഒരു സഞ്ചാര പാതയുണ്ട്. അവരെയാണ് നമ്മൾ ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് അല്ലെങ്കിൽ ഊർജ്ജ നിലകൾ, എനർജി ലെവൽസ് എന്ന് വിളിക്കും. എന്താണ് ഷെൽ, ഓർബിറ്റ് ഓർ എനർജി ലെവൽസ്, ഊർജ്ജ നിലകൾ. അപ്പൊ ഈ ആറ്റത്തിന് ഏറ്റവും അടുത്ത്, ഈ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആ ഒരു ഊർജ്ജ നിലയെ നമ്മൾ കെ ഷെൽ എന്ന് റെപ്രസെന്റ് ചെയ്യും. പിന്നീടുള്ളത് എല്, പിന്നീടുള്ളത് എം, പിന്നീടുള്ളത് എൻ. അതായത് ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. ഇനി ഇവരിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 2n² ആണ്. n എന്ന് പറയുന്നത് എന്താവാം? 1 ആവാം, 2 ആവാം, 3 ആവാം, 4 ആവാം, അങ്ങനെ അങ്ങോട്ടാവാം അല്ലെ? ഇനി നിങ്ങൾ നോക്കി, അപ്പോൾ ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കെ ഷെൽ എത്രയാണ്? 2 × 1² ആണ്. എത്രയാണ്? 2 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൽ ഷെൽ എത്രയാണ്? 2 × രണ്ടാമത്തെ ഷെല്ലാണ് എൽ, അതുകൊണ്ട് 2 × 2² എത്രയാണ്? 8. എം ഷെല്ലിലാണെങ്കിൽ 2 × മൂന്നാമത്തെ ഷെല്ലാണ് എം, 3² എത്രയാണ്? 18. 2 × 4² എത്രയാണ്? 4² 16, 2 എത്രയാണ്? 32 ഇലക്ട്രോൺസ് നാലാമത്തെ ഷെല്ലിൽ ഫില്ല് ചെയ്യാം. അതായത് ഒരു ന്യൂക്ലിയസിന്റെ ഏറ്റവും അടുത്ത ഷെല്ലിൽ ഫില്ല് ചെയ്യാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. എൽ ഷെല്ലിൽ 8 ആണ്, എം ഷെല്ലിൽ 18 ആണ്, എൻ ഷെല്ലിൽ 32 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ നോക്കുക, ഇവിടെ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, ഇവിടെ 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, അടുത്തതിൽ 32, 18 ഫില്ല് ചെയ്യാം, അതിന്റെ അടുത്തതിൽ 32 ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ഓരോ എലമെന്റ്സുകളെ നമ്മൾ മനസ്സിലാക്കിയാണ്. നിങ്ങൾക്കറിയാം, ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആദ്യത്തെ എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ് അല്ലെ? അവരിൽ നമ്മൾ ഒരു അറ്റോമിക്, ഒന്നാണ് അവരുടെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ അവരിൽ വരുന്ന പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 1 ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം, നമ്മൾ ഈ ഒരു ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ പോസിറ്റീവ് എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പ്രോട്ടോൺ പോസിറ്റീവ്, അതായത് നിങ്ങൾക്കറിയാം പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോൺ കാണുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രോട്ടോൺ പോസിറ്റീവ് എന്ന് കാണിച്ചത്. ഇനി അതിനുശേഷം നമ്മൾ പറഞ്ഞു, ഏറ്റവും അടുത്ത ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലെ? 2 ആണ് നമ്മുടെ കെ ഷെല്ലിൽ ഉൾക്കൊള്ളിക്കാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് ഇലക്ട്രോണുകൾ, ഒരു ഹൈഡ്രജനെ സംബന്ധിച്ചോളം നമുക്ക് ഒരു ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഇലക്ട്രോണിനെ ഫില്ല് ചെയ്തു. അതിന്റെ ഒരു സ്പേസ് എന്താണ്? വേക്കന്റ് ആണ് അല്ലെ? ആ ഒരു സ്പേസ് വേക്കന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇത് മനസ്സിലാക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാൾ ആണ് ഇതിന്റെ ന്യൂക്ലിയസ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെ ഒരു ന്യൂക്ലിയസ് ഒരു സൂപ്പർ മാൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അവരുടെ ഏറ്റവും അടുത്ത് നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ആണ് ഇത്, ആദ്യത്തെ ഊർജ്ജ നില എന്ന് പറയുന്നത്. അവിടെ നമുക്കുള്ളത് 2 പാർക്കിംഗ് സ്പേസ് ആണ് ഉള്ളത് കേട്ടോ. മാക്സിമം പറ്റുന്ന സ്പേസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. എന്നാൽ അതിന്റെ അടുത്ത പാർക്കിംഗ് സ്പേസ് എത്ര എണ്ണം വരുന്നുണ്ട്? 8 എണ്ണം വരുന്നുണ്ട് അല്ലെ? എൽ ഷെല്ലിൽ 8 എണ്ണം വരുന്നുണ്ട്. ഇനി അതിന്റെ അടുത്ത പാർക്കിംഗ് സ്പേസിൽ നമുക്ക് എത്ര വരുന്നുണ്ട്? 18 എണ്ണം വരുന്നുണ്ട്. അടുത്ത പാർക്കിംഗ് സ്പേസിൽ 32 എണ്ണം വരുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ നമ്മുടെ ന്യൂക്ലിയസ് വരച്ചു, ഒരു പ്രോട്ടോൺ പോസിറ്റീവ് കാണിച്ചു. ആദ്യത്തെ പാർക്കിംഗ് സ്പേസിൽ 2 കാറുകൾ പാർക്ക് ചെയ്യാം, പക്ഷേ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. അപ്പോൾ ഒരു കാർ നമ്മൾ പാർക്ക് ചെയ്തു. ഒരു കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം എന്താണ്? എംറ്റി ആണ്, വേക്കന്റ് ആണ് അല്ലെ? അടുത്ത ലിഥിയം നിങ്ങൾ നോക്കിയേ, ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 3 ആണ് അല്ലെ? അപ്പൊ അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം 3 ആണ്, ഇലക്ട്രോണുകളുടെ എണ്ണം 3 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3 പ്രോട്ടോൺ പോസിറ്റീവ് എന്ന് കാണിച്ചു, കാരണം പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. ഏറ്റവും അടുത്ത് പാർക്ക് ചെയ്യാവുന്ന കാറുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ് അല്ലെ? അപ്പൊ ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യത്തെ 2 എണ്ണം പാർക്ക് ചെയ്തു. ഇനി അടുത്തതിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ എത്രയാണ്? 8 കാറുകൾ പാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എത്ര ഇലക്ട്രോൺ കൂടെ ബാക്കിയുണ്ട്? ഒരു ഇലക്ട്രോൺ കൂടെ ബാക്കിയുള്ളൂ അല്ലെ? അയാളെ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തു. ഇനി അടുത്ത് നിങ്ങൾ നോക്കി, സോഡിയത്തിന്റെ കേസ് അറ്റോമിക് നമ്പർ എത്രയാണ്? 11 ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം 11 ആയതുകൊണ്ട് നമ്മൾ സെൻട്രൽ ന്യൂക്ലിയസ് എന്ത് ചെയ്യണം? 11 പ്രോട്ടോൺ പോസിറ്റീവ് എന്ന് കാണിക്കണം. ഇനി ആദ്യത്തെ കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് 2 എണ്ണം ഫില്ല് ചെയ്തു. രണ്ടാമത്തെ 8 എണ്ണം ഉണ്ട്, 8 എണ്ണം ഫില്ല് ചെയ്തു. അപ്പൊ 8 2 മൊത്തം എത്രയായി? 10 ഇലക്ട്രോൺസുകളായി. ഇനി നമുക്ക് ഇവിടെ ഇലക്ട്രോണിന്റെ എണ്ണം 11 ആണ് അല്ലെ? ഒരു ഇലക്ട്രോണിനെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ അടുത്ത പാർക്കിംഗ് സ്പേസ് കൺസിഡർ ചെയ്തു. ഇപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ഇവിടെ 8 എണ്ണമേ വരച്ചിട്ടുള്ളൂ അല്ലെ? നമ്മുടെ 2n² വെച്ചിട്ട് ഇവിടെ എത്ര എണ്ണം വരണം? 18 എണ്ണം വരണം. പക്ഷെ ഞാൻ ഇവിടെ എത്ര എണ്ണേ കാണിച്ചിട്ടുള്ളൂ? 8 എണ്ണേ കാണിച്ചിട്ടുള്ളൂ. അതിനെപ്പറ്റി അതിന്റെ കാരണം നമ്മൾ ഉടനെ തന്നെ മനസ്സിലാക്കും. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ഞാൻ 8 പാർക്കിംഗ് സ്ലോട്ട് കാണിച്ചു. ഇനി ബാക്കിയുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? 2ഉം 8ഉം 10. ബാക്കിയുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പാർക്കിംഗ് സ്പേസിൽ ഫില്ല് ചെയ്തു. ഇനി ബാക്കി 7 പാർക്കിംഗ് സ്ലോട്ട് എന്താണ്? വേക്കന്റ് ആണ്. എന്തുകൊണ്ട് നമ്മളിവിടെ 18 എന്ന് എടുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അടുത്ത 2 മൂലകങ്ങളായ പൊട്ടാസ്യം, റുബീഡിയം കൂടെ ഒന്ന് നോക്കാം. നിങ്ങൾ പൊട്ടാസ്യം നോക്കിക്കഴിയുമ്പോൾ അറ്റോമിക് നമ്പർ 19 ആണ്. എന്തിന്റെ? പൊട്ടാസ്യത്തിന്റെ. അതിൽ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 19 ആണ്.
ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 19. അപ്പൊ നമ്മൾ സെൻട്രൽ ന്യൂക്ലിയസിൽ നിന്ന് എഴുതി 19 പ്രോട്ടോൺ പോസിറ്റീവ് എന്ന് കാണിച്ചു. ആദ്യത്തെ പാർക്കിംഗ് സ്പേസ് എത്രണ്ണം വന്നു? 2 വന്നു. അടുത്ത പാർക്കിംഗ് സ്പേസ് എത്രണ്ണം പാർക്ക് ചെയ്യാം? 8 കാറുകൾ പാർക്ക് ചെയ്യാം. 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ഇനി മൂന്നാമത്തെ എടുക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നമ്മൾ 8 എടുക്കണോ അല്ലെങ്കിൽ നമ്മൾ 18 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ഊർജ്ജ നില എടുക്കണോ എന്നുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു 8 ഉള്ള ആ ഒരു ഷെല്ല് എടുക്കാം. നമ്മൾ 8 ഉള്ള ഒരു കാറിന്റെ പാർക്കിംഗ് സ്പേസ് എടുക്കും. അപ്പൊ നമ്മൾ ആകെ ഫില്ല് ചെയ്തത് 2+8 10 ഫില്ല് ചെയ്തു. നമുക്ക് എത്ര ഫില്ല് ചെയ്യാനുണ്ട്? 9 ഇലക്ട്രോൺ കൂടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പൊ ഇവരിൽ ഞാൻ 8 ഫില്ല് ചെയ്തു. അപ്പൊ അങ്ങനെ 18 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ഇനി അടുത്തതിൽ നമുക്ക് എത്രയാണ്? 4ാമത്തെ ഷെല്ലാണ്. 32 ആയിരുന്നു വരേണ്ടത്. ഞാൻ വീണ്ടും എത്രയാണ് കാണിച്ചത്? 8 കാണിച്ചത്. ആ ഒരു 8ലേക്ക് ഞാൻ എന്ത് ചെയ്തു? 1 ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്തു. അപ്പൊ 2, 8, 10, 18, 1, 19 ആ ഒരു ഓർഡറിലല്ലേ 2881 എന്നാണ് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. എന്നാൽ നിങ്ങൾ നോക്കി, അതിന് പകരം നമ്മൾ ആദ്യത്തിൽ 2 കൊടുത്തു, രണ്ടാമത്തതിൽ 8 കൊടുത്തു, മൂന്നാമത്തെ പൊട്ടാസ്യത്തിന്റെ കേസിൽ 18 ഷെല്ല് ഉള്ള 18 ഇലക്ട്രോൺസ് കൊള്ളാവുന്ന ഒരു ഷെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2n² വെച്ച് എടുക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ ഫില്ല് ചെയ്യുന്നത് 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ 2, 8, 10, 9, 19 ഇലക്ട്രോണുകൾ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനത്തെ ഈ ഒരു ഷെല്ലിൽ, അവസാനത്തെ ഈ ഒരു ഊർജ്ജ നിലയിൽ 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഫില്ലായി അല്ലെ. 2, 8, 10, 9, 19 ആയി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഇലക്ട്രോണിന്റെ സ്റ്റെബിലിറ്റി ഒരിക്കലും നമുക്ക് അവസാനത്തെ ഈ ഒരു ഷെല്ലിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 8ൽ കൂടുതൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവസാനത്തെ ഷെല്ലിലാണ് ഇലക്ട്രോൺസുകൾ നമ്മൾ അവസാനം ഒക്കുപൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന സ്പേസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരിക്കലും നമുക്ക് 289 എന്ന് എഴുതാനായിട്ട് സാധിക്കത്തില്ല. 289 എന്ന് എഴുതാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് എപ്പോഴും 288 വരെ മാക്സിമം വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഇവിടെ 18 ഇലക്ട്രോൺ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമായിരുന്നു? 288 എന്ന് എഴുതാമായിരുന്നു. ഓക്കെ, പക്ഷെ നമുക്ക് 289 എന്ന് എഴുതാൻ പറ്റില്ല. കാരണം അവസാനത്തെ ഷെല്ലിൽ ഒരു ആറ്റത്തിന് 8 ഇലക്ട്രോണിൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തല്ല, അവര് സ്റ്റേബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മൂന്നാമത്തെ ഷെല്ലിൽ നമ്മൾ 18 വേക്കന്റ് സ്പേസുകൾക്ക് പകരം എത്ര വേക്കന്റ് സ്പേസ് കൊടുത്തത്? 8 കൊടുത്തത്. കാരണം ഇവിടെ 8 കൊടുത്തപ്പം അടുത്ത ഷെല്ലിൽ നമുക്ക് 1 ഫില്ല് ചെയ്യാം. അപ്പൊ ഇവരെന്താണ്, 8ൽ കുറവാണ്, അതുകൊണ്ട് എന്ത് ചെയ്യില്ല, കുഴപ്പമില്ല. ഇവിടെ നമുക്ക് എത്ര വരെ വരാം? 1 തൊട്ട് 7 വരെ വരാം. 2, 8, 8, 7 വരെ വരാം. അല്ലെങ്കിൽ 2, 8, 8, 8 വരെ വരാം. 2, 8, 8, 9 വരാൻ പറ്റത്തില്ല. 2, 8, 8, 8 ഒന്നും നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് പറയാം ഇവരെന്താണ്, തെറ്റാണ്. ഒരിക്കലും 289 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റില്ല. കാരണം ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് പാർക്ക് ചെയ്യാവുന്ന മാക്സിമം കാറുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ്. പക്ഷെ 2n² വെച്ചിട്ട് നമുക്ക് 18 ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കി, അടുത്ത റുബീഡിയത്തിന്റെ കേസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആദ്യത്തെ ഷെല്ല് 2 ഫില്ല് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ ഷെല്ല് 8 ഫില്ല് ചെയ്തിട്ടുണ്ട്, മൂന്നാമത്തെ ഷെല്ല് 2n² അനുസരിച്ച് 18 ഫില്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയറിയാം, 4ാമത്തെ ഷെല്ലിൽ അവർ 32 ഫില്ല് ചെയ്യാം. പക്ഷെ അവർ എന്തില്ല, 9 എന്ന് എഴുതിയിട്ടില്ല. കാരണം എന്താണ്, 9 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലായിട്ട് മാറും, ഏറ്റവും അവസാനത്തെ ഊർജ്ജ നിലയായിട്ട് മാറും. അവിടെ നമുക്ക് മാക്സിമം എത്രണ്ണെ കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ? 8 കൊള്ളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ 9 എന്ന് എഴുതാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ 8, 1 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ഏറ്റവും ബാഹ്യബന്ധ ഷെല്ലാണെങ്കിൽ നമുക്ക് ഒരിക്കലും 8 ഇലക്ട്രോണിൽ കൂടുതൽ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ 2, 8 എത്ര എന്ന് എഴുതിയത്? 1 എന്ന് എഴുതിയത്. എന്തിന്റെ കേസിൽ? സോഡിയത്തിന്റെ കേസിൽ. ഓക്കെ, ഇനി അപ്പൊ നിങ്ങൾ നോക്കുക, ഈ ഒരു ഗ്രൂപ്പ് 1ൽ ഏത് മൂലകങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ അവസാനത്തെ ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ 1 ആയിരിക്കും അല്ലെ. അതായത് നിങ്ങൾ ഹൈഡ്രജൻ എടുത്താലും, ലിഥിയം എടുത്താലും, സീസിയം എടുത്താലും, ഫ്രാൻസിയം എടുത്താലും, ഏതെടുത്താലും അതിന്റെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 ആയിരിക്കും. അതായത് അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് നമുക്ക് 1 എന്ന് പറയാം. അതായത് ഗ്രൂപ്പ് 1ന്റെ കേസിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ തന്നെയാണ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് 1ൽ ഏത് എലമെന്റുകൾ എടുത്താലും നിങ്ങൾക്ക് ഈസി ആയിട്ട് വാലൻസ് ഇലക്ട്രോൺസ് ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാതെ തന്നെ മനസ്സിലാവും എത്രയാണ്? 1 എന്ന് മനസ്സിലാക്കണം. ഇനി വാലൻസി ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വാലൻസി വരുന്നത് 1. എന്താണ് വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാലൻസി കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിഥിയം തൊട്ട് ഫ്രാൻസിയം വരെയുള്ള എല്ലാ എലമെന്റുകളും എടുത്തു കഴിഞ്ഞാൽ, എല്ലാ മൂലകങ്ങൾ എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ നിന്ന് ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അവസാനത്തെ ഷെല്ല് എത്ര ആയിട്ട് മാറും? 8 ആയിട്ട് മാറും. ഇനി ഇവിടുത്തെ ഒരു ഹൈഡ്രജന്റെ കേസിൽ ഇവിടെ 1 അല്ലെ. അവരിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഷെല്ല് എത്ര ഇലക്ട്രോൺ വരും? 2 ഇലക്ട്രോൺ വരും. അതായത് ആദ്യത്തെ ഷെല്ല് 2 ഇലക്ട്രോണോ അല്ലെങ്കിൽ ബാക്കി ഷെല്ലുകളിൽ 8 ഇലക്ട്രോൺ വരുന്ന രീതിയിൽ ഇലക്ട്രോണിനെ കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുമ്പോൾ അവസാനത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ വരിക എന്നുള്ള രീതിയിൽ വരുവാണെങ്കിൽ അവരാണ് എന്തെന്ന് പറയുന്നത്, അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. അതായത് ഈ എല്ലാ കേസിലും നമ്മൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുക, ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ ഒരു ഇലക്ട്രോണിനെ വാങ്ങുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവര് സ്റ്റേബിൾ ആവും. അവരുടെ എല്ലാ പാർക്കിംഗ് സ്ലോട്ടും എന്തായിട്ട് മാറും?
ഫില്ല് ചെയ്തു വരുമെന്ന് നമുക്ക് പറയാം. ആ കാറ് കംപ്ലീറ്റ് ആയിട്ട് പാർക്ക് ചെയ്തു എന്ന് പറയാം. ആ ഒരു കേസാണ് അതിന്റെ വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ ഒന്ന് കൊടുത്താൽ പാർക്കിംഗ് സ്ലോട്ട് കംപ്ലീറ്റ് ആയി, ഇതിന്റെ കേസിൽ ഒന്ന് കൊടുത്താൽ പാർക്കിംഗ് സ്ലോട്ട് കംപ്ലീറ്റ് ആയി, ഹൈഡ്രജന്റെ കേസിൽ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ പാർക്കിംഗ് സ്ലോട്ട് നമുക്ക് എത്ര പാർക്ക് ചെയ്യാൻ പറ്റും? 2 പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടുത്തെ പാർക്കിംഗ് സ്ലോട്ട് എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. അതുകൊണ്ടാണ് അവരുടെ വാലൻസി എന്തെന്ന് പറയുന്നത് 1 എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു കാര്യങ്ങളുണ്ട്. എന്താണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാമിൽ ആ ഒരു ഇലമെന്റ്, ആ ഒരു മൂലകത്തെ വരച്ചതിന് ശേഷം അവരുടെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളെ നമ്മൾ കാണിക്കുന്നതാണ് എന്ത്? ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. അപ്പൊ പി എസ് സിക്ക് ചില എലിമെന്റുകളുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം തന്നിട്ട് ഇതിൽ തെറ്റായവ ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് 1ന്റെ കേസിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബാഹ്യമത ഷെല്ലിൽ ആകെ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അവരെ നമ്മൾ അവരുടെ മുകളിലാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ മുകളിലാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിൽ ഏത് എലിമെന്റ് എടുത്താലും അവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ അവരുടെ മുകളിലായിരിക്കണം എന്ത്? ആ ഇലക്ട്രോൺസ് കാണിക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് 2 ആണ്. ഗ്രൂപ്പ് 2ൽ ആരാ വരുന്നത്? ബെർലിയം വരുന്നുണ്ട്, മഗ്നീഷ്യം വരുന്നുണ്ട്, കാൽസ്യം വരുന്നുണ്ട്, സ്ട്രോൺഷ്യം വരുന്നുണ്ട്, ബേരിയം വരുന്നുണ്ട്, റേഡിയം വരുന്നുണ്ട്. ഇനി ഇവരെ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ബിയർ മഗ്സ് ക്യാൻ സെർവ് ഇൻ ബാർ എന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ബിയർ മഗ്സ് ക്യാൻ സെർവ് ഇൻ ബാർ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് 2 കംപ്ലീറ്റ് ആയിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് അറേഞ്ച്മെന്റ് ഒന്ന് നോക്കാം. ബെർലിയത്തിന്റെ അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പം അതിലത്തെ പ്രോട്ടോണിന്റെ എണ്ണം എത്ര ആയിരിക്കണം? 4 തന്നെ ആയിരിക്കണം. ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കണം? 4 ആയിരിക്കണം. മഗ്നീഷ്യത്തിന്റെ എത്രയാണ്? 12 ആണല്ലേ? 12 ആണ്. അറ്റോമിക് നമ്പർ 12, പ്രോട്ടോണിന്റെ എണ്ണം 12, ഇലക്ട്രോണിന്റെ എണ്ണം 12. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 പ്രോട്ടോൺ പ്ലസ് ആണ് ഒരു ബെർലിയത്തിലുള്ളത് അല്ലെ. അതിന്റെ ന്യൂക്ലിയസിൽ 4 പ്രോട്ടോൺ പോസിറ്റീവ് ആണ്. ആദ്യത്തെ ഷെല്ലില് മാക്സിമം പാർക്ക് ചെയ്യാവുന്ന കാറുകളുടെ എണ്ണം 2, അടുത്തതിൽ പാർക്ക് ചെയ്യാവുന്നത് 8. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് ആയിട്ടുള്ള 2 എണ്ണം നമ്മൾ എന്ത് ചെയ്തു? പാർക്ക് ചെയ്തു. അപ്പൊ ഇതിന്റെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി നിങ്ങൾ മഗ്നീഷ്യത്തിന്റെ കേസ് നോക്കിയാൽ 12 പോസിറ്റീവ് ചാർജുകളാണ് ഉള്ളത്. ആദ്യത്തെ ഷെല്ലിൽ നമ്മൾ 2 ഫില്ല് ചെയ്തു, രണ്ടാമത്തെ ഷെല്ലിൽ നമ്മൾ 8 ഫില്ല് ചെയ്തു. എത്ര വന്നു? 10 വന്നു അല്ലെ. ഇനി അടുത്ത ഷെല്ലിൽ എത്രയാണ് വരേണ്ടത്? 18 ആണ് വരേണ്ടത് 2n² എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇതിൽ ഇനി നമുക്ക് എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്? 2ഉം 8ഉം 10ഉം 2ഉം 12, 2 ഇലക്ട്രോണുകളിലൂടെ നമുക്കുള്ളൂ. അപ്പൊ അവരെന്താണ്? അതിന്റെ അവസാനത്തെ ഷെല്ലാണ്. അവസാനത്തെ ഷെല്ലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? 8 എണ്ണം കാണിക്കണം. 8 പാർക്കിംഗ് സ്ലോട്ടേ അവിടെ പോസിബിൾ ഉള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? 2 കാറ് പാർക്ക് ചെയ്തു. അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് മഗ്നീഷ്യത്തിന്റെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 282 എന്നാണ്. ഇനി അവിടുത്തെ വാലൻസ് ഇലക്ട്രോൺസ്, ഈ ഒരു ഗ്രൂപ്പ് 2ലെ ബാഹ്യമത ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഇവിടെയും നമുക്ക് 2 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. ഇവിടുത്തെ കേസിലും 1ഉം 1ഉം 2 ആണ്. ഇനി അവിടുത്തെ വാലൻസ് നോക്കിയേ 2 ആണ്. കാരണം ഇവിടുന്ന് 2 ഇലക്ട്രോണിനെ നമ്മൾ കളയുകയാണെങ്കിൽ, എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവർക്ക് ഈസി ആയിട്ട് ആ ഒരു കംപ്ലീറ്റ് പാർക്കിംഗ് സ്ലോട്ട്, ആദ്യത്തെ ഷെല്ലിലെ കംപ്ലീറ്റ് പാർക്കിംഗ് സ്ലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇവിടുന്ന് 2 ഇലക്ട്രോണിനെ ഇവർ കളയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരുടെ വാലൻസി എന്താണ്? 2 ആണ് നമുക്ക് പറയാം. അതായത് ഒരു ഗ്രൂപ്പ് 1ന്റെ ഗ്രൂപ്പ് നമ്പർ ആണ് അവരുടെ ബാഹ്യമത ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ വാലൻസി. ഒരു ഗ്രൂപ്പ് 2ന്റെ ഗ്രൂപ്പ് നമ്പർ ആണ് അല്ലെ, 2 ആണ് ഗ്രൂപ്പ് നമ്പർ. അതാണ് അവരുടെ ബാഹ്യമത ഷെല്ലുകളുടെ ഇലക്ട്രോണിന്റെ എണ്ണം അല്ലെങ്കിൽ അവരുടെ വാലൻസി എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഓർത്തു വെക്കാം. അപ്പൊ ഈ 2 ഗ്രൂപ്പിലെ ഏത് എലമെന്റ് തന്നാലും അവരുടെ വാലൻസ് ഇലക്ട്രോൺസും വാലൻസി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. ഗ്രൂപ്പ് 1ലെ മൂലകങ്ങളുടെ വാലൻസി എത്രയാണ്? 1 ആണ്. ഗ്രൂപ്പ് 2 മൂലകങ്ങളുടെ വാലൻസി എത്രയാണ്? 2 ആണ്. ഗ്രൂപ്പ് 1ൽ വരുന്ന മൂലകങ്ങളുടെ ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. ഗ്രൂപ്പ് 2ൽ വരുന്ന മൂലകങ്ങളുടെ ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. ഇനി ഇവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നോക്കിയാൽ ഇവരിൽ എത്രയാണ് വരുന്നത്? 2 എണ്ണമാണ്. 2 ഇലക്ട്രോണുകളാണ് ഇവരുടെ ബാഹ്യമത ഷെല്ലിൽ വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒന്ന് മേളിലും ഒന്ന് താഴെയാണ് കാണിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന് മുകളിലും ഒന്ന് താഴെയുമാണ് ഇവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ വരയ്ക്കുമ്പോൾ കാണിക്കേണ്ടത്. ഇനി നമ്മൾ അടുത്തത് നിങ്ങൾ അറിയേണ്ടത് മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനം അവയുടെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ അടിസ്ഥാനം. അപ്പൊ നിങ്ങൾക്കറിയാം ഈ ഗ്രൂപ്പ് 1ലുള്ള എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. ഗ്രൂപ്പ് 2വിലെ എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരേ ഗ്രൂപ്പിലുള്ളവരെല്ലാം ഒരേ തരത്തിലുള്ള രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കണ്ടേ? ഇവർക്ക് എല്ലാവർക്കും ഒരേ ബാഹ്യമത ഇലക്ട്രോണുകളാണ്. അങ്ങനെയാണെങ്കിൽ അവർ രാസഗുണങ്ങളിൽ എന്ത് കാണിക്കണം? സാദൃശ്യം കാണിക്കണം. അതായത് ഇവരുടെ എല്ലാം കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം. സെയിം അല്ല, പക്ഷെ സിമിലർ ആണ്, ഒരേപോലെയാണ്, ഒരേ സാദൃശ്യം കാണിക്കുന്നവരാണ് എന്ന് പറയാം. ഇനി ഗ്രൂപ്പ് 1, അപ്പൊ ഇവരെ എല്ലാം കൂടെ ഒരേ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഒരേ
പ്രത്യേകത ഉള്ള ഇവരെല്ലാം കൂടെ നമുക്ക് ഒറ്റ പേര് കൊടുക്കാമല്ലോ. അങ്ങനെ ഗ്രൂപ്പ് 1 വിളിക്കുന്ന പേരാണത് ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിക്കും. എന്താണ്? ആൽക്കലി ലോഹങ്ങൾ. ഗ്രൂപ്പ് 2 എല്ലാവർക്കും അപ്പൊ ഒരേ രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നവരായിരിക്കുമല്ലോ, അവരെ നമുക്ക് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് വിളിക്കാം. ഇനി ഈ ഒരു ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 കൂടെ മൊത്തത്തിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് കേട്ടോ. എസ് ബ്ലോക്ക് എലമെന്റ്സ്. ആ വിളിക്കുന്നതിന്റെ കാരണം നമ്മൾ പിന്നീട് പഠിക്കും. പക്ഷേ എസ് എന്നൊക്കെ പറയുന്ന അവരുടെ സബ്ഷെല്ലുകളാണ് കേട്ടോ. അത് വെച്ചിട്ടാണ് അവർക്ക് ഈ ഒരു പേര് വന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അറിയേണ്ട ഒന്നാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 1ഉം 2ഉം ഗ്രൂപ്പുകളെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണത് എസ് ബ്ലോക്ക് എലമെന്റ്സ്. വളരെ ഈസിയാണ്. ഇനി അടുത്ത് നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ തൽക്കാലത്തേക്ക് ഈ ഒരു ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള മൂലകങ്ങളെ പറ്റിയിട്ട് ഇപ്പം നമ്മൾ പഠിക്കുന്നില്ല. അവരെ പറ്റി നമ്മൾ പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മളൊരു കറക്റ്റ് കൺസെപ്റ്റ് മനസ്സിലാണ് നമ്മളൊരു ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം കൂടി ഇട്ട് മിക്സ് ആയിട്ട് പഠിപ്പിച്ചത്, ഒരു പാടാക്കി മാറ്റാത്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 പിന്നെ ഇവരെ നമ്മൾ പിന്നീട് പഠിക്കും. ലാന്തനോടുകളെ ആക്ടിനോടുകളെ നമ്മൾ എന്ത് ചെയ്യും? പിന്നീട് പഠിക്കും. അപ്പൊ ഇവരെ വിളിക്കുന്ന പേര്, ഈ ഒരു ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ ഉള്ള ആ ഒരു മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അവരെയാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12. അവർക്ക് നമ്മൾ വേറൊരു പേര് വിളിക്കും. നമ്മൾ ഇവരെ രണ്ടുപേരെയും ചേർത്ത് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിച്ചു. ഇവരെ നമ്മൾ എന്ത് വിളിക്കും? ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഞാൻ പറഞ്ഞു ഇവരെല്ലാം സബ്ഷെല്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പേര് വന്നത്. നമ്മൾ അത് പിന്നീട് പഠിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അറിയേണ്ടത്, ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ ഉള്ളവരെ നമ്മൾ എന്ത് വിളിക്കും? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. ഇവരെ താഴെ ഉള്ളവരെ നമ്മൾ എന്ത് വിളിച്ചു? ലാന്തനോടുകളും ആക്ടിനോടുകളും വിളിച്ചു. അപ്പൊ ഇനി അടുത്ത് നമുക്കുള്ള ഗ്രൂപ്പ് ഏതാണ്? 13ാമത്തെ ഗ്രൂപ്പാണ് അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 13ാമത്തെ ഗ്രൂപ്പ്. 13ാമത്തെ ഗ്രൂപ്പ് തുടങ്ങുന്നത് ബോറോണിലാണ് കേട്ടോ. അറ്റോമിക് നമ്പർ 5 ആയിട്ടുള്ള ബോറോണിലാണ് 13ാമത്തെ ഗ്രൂപ്പ് തുടങ്ങുന്നത്. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം എന്നുള്ള മൂലകങ്ങളാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, നിഹോണിയം. ഇവരെ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ബാഗ് ഇറ്റ്, നമ്മളൊരു ബാഗിൽ എന്തെങ്കിലും പാക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ എന്ത് പറയാം? ബാഗ് ഇറ്റ് എന്ന് പറയാം അല്ലെ. ആ സ്ഥാനം പാക്ക് ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ബാഗ് ഇറ്റ്. അങ്ങനെ നിങ്ങൾക്ക് ഓർത്തു വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൗളർ അലി ഗേവ് ഇൻസ്റ്റന്റ് ടീ എന്നും ഓർത്തു വെക്കാം കേട്ടോ. ബൗളർ അലി ഗേവ് ഇൻസ്റ്റന്റ് ടീ എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ 5 എലമെന്റ്സുകൾ മൂലകങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാം കേട്ടോ. ബൗളർ അലി ഗേവ് ഇൻസ്റ്റന്റ് ടീ. ഇനി നമുക്ക് ആ ഒരു ഗ്രൂപ്പ് 13 ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ എലമെന്റ് ആണ് ഏത്? ബോറോൺ. ബോറോണിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. അതുകൊണ്ട് തന്നെ അതിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ആയിരിക്കണം? 5 ആയിരിക്കണം. ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കണം? 5 ആയിരിക്കണം. അപ്പൊ അവരുടെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ പ്ലസ് വേണം? 5 പ്രോട്ടോൺ പ്ലസ് ആണ് അവരുടെ ന്യൂക്ലിയസിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ പാർക്കിംഗ് സ്പേസിൽ നമ്മൾ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. രണ്ടാമത്തെ പാർക്കിംഗ് സ്പേസിൽ നമുക്ക് 8 എണ്ണം ഫില്ല് ചെയ്യാം. പക്ഷേ ബാക്കി എത്ര ഉള്ളൂ? 2 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അപ്പൊ നമ്മൾ 3 ഫില്ല് ചെയ്തു. അതായത് ഒരു ഗ്രൂപ്പ് 13 ബോറോണിന്റെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ഇനി അടുത്തൊരു എലമെന്റ് നോക്കിയേ, അലൂമിനിയം. അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 13 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം 13, ഇലക്ട്രോണുകളുടെ എണ്ണം 13. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസിൽ 13 പ്രോട്ടോണുകളുണ്ട്. അവരുടെ ചാർജ് പോസിറ്റീവ്. ആദ്യത്തെ പാർക്കിംഗ് സ്പേസിൽ 2 ഫില്ല് ചെയ്തു. അടുത്ത പാർക്കിംഗ് സ്പേസിൽ 8 ഫില്ല് ചെയ്തു. അപ്പൊ 8 2 10. ഇനി 3 ഫില്ല് ചെയ്യണം. അപ്പൊ അടുത്തത് അതിന്റെ അവസാനത്തെ ഷെല്ലായതുകൊണ്ട് അവിടെ 18 നമുക്ക് എഴുതാൻ പറ്റത്തില്ല. എത്ര എഴുതാൻ പറ്റത്തുള്ളൂ? 8 എഴുതാൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്തു? 1 2 3 ഫില്ല് ചെയ്തു. അപ്പം ഒരു അലൂമിനിയത്തിന്റെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. ബോറോണിന്റെ എത്രയാണ്? 3 ആണ്. ഇനി നിങ്ങൾ ഇതിൽ ഏത് ഇതേപോലെ വരച്ചു നോക്കിയാലും അവരുടെ എല്ലാം ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അതായത് ഒരു ഗ്രൂപ്പ് 13 ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 3 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 13 ആണ് അല്ലെ. അതിൽ നിന്ന് നിങ്ങൾ 10 കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവരുടെ ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, വാലൻസ് ഇലക്ട്രോൺസ് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്നാൽ ഒന്നാമത്തെ രണ്ടാമത്തെയും ആ ഒരു ഗ്രൂപ്പിന്റെ കേസിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ തന്നെ ആയിരുന്നു എന്ത്? അവരുടെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. എന്നാൽ ഗ്രൂപ്പ് 13, അതായത് 10 കൂടെ 3 കൂട്ടുമ്പോഴാണ് ഗ്രൂപ്പ് 13 വരുന്നത് അല്ലെ. അങ്ങനെ ആ ഒരു ഗ്രൂപ്പ് 13 ബാഹ്യമത ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 10 കുറയ്ക്കണം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഇനി അവരുടെ വാലൻസി നോക്കിയാൽ അതും 3 ആണ്. കാരണം ഈ ചെയ്യുന്നത് ബോറോണിലെ ആയതുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് 13 നമ്മൾ ബോറോൺ കുടുംബം എന്നാണ് വിളിക്കുന്നത്. ബോറോൺ ഫാമിലി എന്നാണ് വിളിക്കുന്നത്. ഇനി നിങ്ങൾ അവരുടെ ഒരു ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എങ്ങനെ വരയ്ക്കാൻ നോക്കിയാൽ ഇവരുടെ ബാഹ്യമത ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 3 ആണ്. നമ്മൾ എല്ലാ എലമെന്റുകളും കാണിക്കുന്നില്ല, പക്ഷെ എല്ലാവരിലും എന്താണുള്ളത്? 3 ബാഹ്യമത ഇലക്ട്രോണുകളാണുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, 1 മുകളിൽ കാണിച്ചു, താഴെ 1 കാണിച്ചു. പിന്നെ മൂന്നാമത് നമ്മൾ ഇടത്തെ സൈഡിലാണ് കാണിക്കേണ്ടത് കേട്ടോ. ഒരെണ്ണമാണെങ്കിൽ മുകളിൽ കാണിക്കണം, 2 എണ്ണമാണെങ്കിൽ ഒന്ന് മുകളിലും താഴെയും കാണിക്കണം, 3 എണ്ണമാണെങ്കിൽ മുകളിലും താഴെയും പിന്നെ ഇടത്ത് വശത്തായിട്ടാണ് കാണിക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഇനി അടുത്തത് നമ്മൾ 14ാമത്തെ ഗ്രൂപ്പാണ് പഠിക്കാൻ പോകുന്നത്.
അറ്റോമിക് നമ്പറായ 6 ഉള്ള കാർബണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്, ഫ്ലറോവിയം ആണ് എവിടെ ഉള്ളത്? ഗ്രൂപ്പ് 14 ഉള്ളത്. കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിന്ന്, ലെഡ്, ഫ്ലറോവിയം. ഇവരെ ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രി സാർ ഗെറ്റ്സ് ടിൻസ് ഫോർ ലേണിംഗ്. എന്താണ് ടിൻ എന്ന് പറഞ്ഞാൽ? ടിൻ പാത്രങ്ങളാണ് കേട്ടോ. അങ്ങനെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. കെമിസ്ട്രി സാർ ഗെറ്റ്സ് ടിൻസ് ഫോർ ലേണിംഗ്. നമ്മളെ പഠിപ്പിക്കാനായിട്ട് കെമിസ്ട്രി സാർ ഇത് കുറച്ച് ടിൻ പാത്രങ്ങൾ കൊണ്ടുവന്നു എന്ന് ഓർത്ത് വെക്കാം. നമുക്ക് അവരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്നാമത്തെ ആള് കാർബൺ. കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 6 ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 6 ആയിരിക്കും. ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 6 ആയിരിക്കും. അപ്പം 6 പ്രോട്ടോൺ പ്ലസ് എന്ന് നമ്മൾ ന്യൂക്ലിയസിൽ എഴുതി. കാരണം 6 പ്രോട്ടോണുകളാണുള്ളത്. ആദ്യത്തെ പാർക്കിംഗ് സ്ലോട്ടിൽ 2 ഫില്ല് ചെയ്തു. രണ്ടാമത്തെ പാർക്കിംഗ് സ്ലോട്ടിൽ 4 ഫില്ല് ചെയ്തു അല്ലെ? കാരണം മൊത്തത്തിൽ 6 ആണ് വരേണ്ടത്. ഇവരിൽ 4 വേക്കന്റ് സ്പേസ് ഉണ്ട്. ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഇനി അടുത്ത ആളെ സിലിക്കൺ എടുത്തു. 14 അറ്റോമിക് നമ്പർ. സ്വാഭാവികമായും പ്രോട്ടോൺ 14, ഇലക്ട്രോൺ 14 പ്രോട്ടോൺ പ്ലസ് എന്ന് എഴുതി. ന്യൂക്ലിയസിന് ചുറ്റും ആദ്യം 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. അടുത്തതിൽ 8 ഫില്ല് ചെയ്തു. 8 2 10. ഇനി എത്ര ഇലക്ട്രോൺ ഉണ്ട്? 4 ഇലക്ട്രോൺ ഉണ്ട്. 4 ഇലക്ട്രോൺ എവിടെയാണ് വരേണ്ടത്? ബാഹ്യമത ഷെല്ലിലാണ് വരുന്നത് അല്ലെ? ഏറ്റവും ഔട്ടർമോസ്റ്റ് ഷെല്ലിലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ 18 പകരം എത്ര എടുത്തു? 8 എടുത്തു. അങ്ങനെ നമ്മൾ 4 പേരെ ഫില്ല് ചെയ്തു. അങ്ങനെ ഇതിലെ ഏത് മൂലകം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു 14ാമത്തെ ഗ്രൂപ്പിലെ അവരുടെ ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര ആയിരിക്കും? 4 ആയിരിക്കും. അവരെ എങ്ങനെ കിട്ടി? അവരുടെ ഗ്രൂപ്പ് നമ്പറായ 14ൽ നിന്ന് 10 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ എത്രമാത്രം വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടോ നമുക്ക് കിട്ടും. അവർ വാലൻസി നിങ്ങൾ നോക്കി. ഇവിടുന്ന് അവർ 4 വാങ്ങാം അല്ലെ? ഇവർക്ക് 4 എണ്ണം പുറത്തുനിന്ന് വാങ്ങാം, അല്ലെങ്കിൽ 4 എണ്ണം കൊടുക്കാം. ഇങ്ങനെ 4 എണ്ണം വാങ്ങുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇവര് 8 എണ്ണം കംപ്ലീറ്റ് ആകും അല്ലെ? അതായത് ആ ഒരു കംപ്ലീറ്റ് പാർക്കിംഗ് സ്പേസ് ഫില്ല് ചെയ്തു. ഇനി 4 എണ്ണം കൊടുക്കുവാണെങ്കിലോ അതും കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ആദ്യത്തെ ആ ഒരു കംപ്ലീറ്റ് പാർക്കിംഗ് സ്പേസ് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇവരുടെ വാലൻസി എന്താണ്? 4 ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച കേസിൽ അവരുടെ വാലൻസ് ഇലക്ട്രോണുകളും വാലൻസിയും എന്താണ്? ഈക്വൽ ആയിരുന്നു അല്ലെ? ഏതിന്റെയൊക്കെ കേസിൽ? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 14 ഇവരുടെ എല്ലാം വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണവും വാലൻസിയും എന്തായിരുന്നു? സെയിം ആയിരുന്നു. അത് നിങ്ങൾ ഓർത്തു വെക്കണം. ഇനി ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ കുടുംബം അല്ലെങ്കിൽ കാർബൺ ഫാമിലി എന്ന് വിളിക്കുക. കാരണം ആ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? കാർബണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാ വശത്തും ഓരോ ഡോട്ട് കാണിച്ചിട്ടാണ് ഇവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കാണിക്കുന്നത്. മറ്റ് എലമെന്റുകളെ അങ്ങനെയാണ് എഴുതുന്നത്, നമ്മളത് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്ത് വരുന്നത് ഗ്രൂപ്പ് 15 ആണ്. ഗ്രൂപ്പ് 15ൽ വരുന്നതാണ് ആദ്യത്തെ ആള് അറ്റോമിക് നമ്പർ 7 ആയിട്ടുള്ള നൈട്രജൻ ആണ് വരുന്നത്. അതിനുശേഷം ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം എന്ന് ഓർത്തു വെക്കണം. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്, മോസ്കോവിയം. ഇനി നിങ്ങൾ നോക്കേണ്ട ഇവരെ ഓർത്തിരിക്കാനായിട്ട് നിപ്പാസ് ആന്റിബയോട്ടിക് മെക്കാനിസം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് നിപ്പാസിന്റെ നീ എന്നുള്ളത് നൈട്രജൻ ആണ്, പി എന്താണ്? ഫോസ്ഫറസ് ആണ്, എ എസ് എന്താണ്? ആർസനിക്. നിപ്പ എന്നുള്ളതിന് യഥാർത്ഥത്തിൽ എ എച്ച് എന്നാണ് കേട്ടോ വരുന്നത്. എ എച്ച് എന്നാണ് വരുന്നത്. നമ്മളത് കോഡ് ഓർത്തിരിക്കാനായിട്ട് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. എന്താണ്? നിപ്പാസ് ആന്റിബയോട്ടിക് മെക്കാനിസം എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു മൂലകങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? നിപ്പാസ് എന്നുള്ളത് എച്ചിന് വരെ എസ് എന്ന് കൊടുത്തതെന്ന് ഓർത്തിരിക്കാം. നിപ്പാസ് ആന്റിബയോട്ടിക് മെക്കാനിസം. ഇനി അവരെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നൈട്രജന്റെ എത്രയാണ്? അറ്റോമിക് നമ്പർ 7 ആണ്. പ്രോട്ടോണുകളുടെ എണ്ണം 7 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. അപ്പൊ നമ്മൾ ന്യൂക്ലിയസ് വരച്ചു. 7 പ്രോട്ടോൺ പോസിറ്റീവ് ഉണ്ട് ന്യൂക്ലിയസിനകത്ത്. ആദ്യത്തെ പാർക്കിംഗ് സ്പോട്ടിൽ 2, രണ്ടാമത്തതിൽ എത്ര വരണം? 5 വരണം. കാരണം ഇലക്ട്രോൺ എത്രയാണ്? 7 ആണ്. അപ്പൊ ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആണ് വേക്കന്റ് സൈറ്റ് ആയിട്ടുള്ളത്. 3 കാറുകളും കൂടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ബാഹ്യമത ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ്. ഇനി ഫോസ്ഫറസ് എടുത്തു കഴിഞ്ഞാൽ 15 ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 15 പ്രോട്ടോൺ പ്ലസ് എന്ന് എഴുതി. 2 ഫില്ല് ചെയ്തു. 8, 10 ഫില്ല് ചെയ്തു. അടുത്തതിൽ നമുക്ക് അവസാനത്തെ ഷെല്ലായതുകൊണ്ട് എന്ത് ചെയ്തു? 5 എണ്ണം ഫില്ല് ചെയ്തു. നമ്മൾ 18 എണ്ണം എടുക്കാത്തതിന്റെ കാരണം ഞാൻ ഇത്രയും വട്ടം പറഞ്ഞു. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2, 8, 10, 5, 15 എന്ന് വന്നു. ഇവരിൽ എന്ത് ചെയ്യാൻ പറ്റും? 3 ഇലക്ട്രോണുകളെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ട്. അപ്പൊ ഇവരുടെ വാലൻസ് ഇലക്ട്രോൺ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. ബാഹ്യമത ഷെല്ലുകളിലെ ഇലക്ട്രോണിന്റെ എണ്ണം എത്ര ആയിരിക്കും? 5 ആയിരിക്കും. നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ അവരുടെ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് 15ന്റെയും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവരുടെ വാലൻസി ഇവിടെ മാറുകയാണ് അല്ലെ? ബാക്കി എല്ലാ കേസിലും അവരുടെ ഗ്രൂപ്പിന്റെ ആ ഒരു വാലൻസ് ഇലക്ട്രോൺ തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത്? വാലൻസി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇവർക്ക് 5 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ? ബാഹ്യമത ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. ഇവർക്ക് ഇനി ഒരു 3 എണ്ണം വാങ്ങുന്നതാണോ എളുപ്പം, അതോ 5 എണ്ണം കൊടുക്കുന്നതാണോ എളുപ്പം? അവർക്ക് 3 എണ്ണം വാങ്ങുന്നതാണല്ലേ എളുപ്പം. 3 എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ 8 പാർക്കിംഗ് സ്ലോട്ടും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവരുടെ വാലൻസി 3 ആയിട്ട് വരുന്നത്. ഓക്കെ, എന്തുകൊണ്ട് 5 വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് 5 എണ്ണം കൊടുക്കുന്നതിനേക്കാളും എളുപ്പം 3 എണ്ണം എന്താണ്? വാങ്ങുന്നതാണ് എളുപ്പം.
അതേപോലെ ഇവിടെയും അത് തന്നെയാണ് അല്ലെ, 5 കൊടുക്കുന്നതിനേക്കാളും എളുപ്പം 3 വാങ്ങുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ വാലൻസി എന്ത് 3 എന്ന് വന്നത്. ഓക്കെ, അപ്പൊ ഒരു ഗ്രൂപ്പ് 15 നമുക്ക് വിളിക്കാവുന്ന പേരെന്താണ്? നൈട്രജൻ കുടുംബം എന്ന് വിളിക്കാം. നേരത്തെ വിളിച്ചതിന്റെ കൂട്ട് തന്നെ നൈട്രജൻ ഫാമിലി, കാരണം നൈട്രജനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം കാണിക്കുമ്പോൾ നോക്കുക, 4 നമ്മൾ ഫില്ല് ചെയ്യുന്ന പഠിച്ചു. 5ാമത്തത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത് മുകളിലാണ് കേട്ടോ. 5ാമത്തെ ഡോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടത് മുകളിലാണ്. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 16ലേക്ക് നമ്മൾ എത്തി. ഗ്രൂപ്പ് 16 വരുന്ന ആളാണ് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, പൊളോണിയം, ലിവർമോറിയം. അപ്പം ഈ ഓക്സിജൻ 16 വരുന്നവർ ആരൊക്കെയാണ്? ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെല്ലൂറിയം, പൊളോണിയം, ലിവർമോറിയം. ഇവരാണ് എന്തിൽ വരുന്നത്? ഗ്രൂപ്പ് 16 വരുന്നത്. ഇവരെ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഓൾഡ് സ്റ്റൈൽ സീറ്റ് ടെമ്പോ എന്ന് ഓർത്ത് വെക്കാം. എന്താണ് ടെമ്പോ? ടെമ്പോ ട്രാവലർ ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ ഓൾഡ് സ്റ്റൈൽ സീറ്റ് ഉള്ള ഒരു ടെമ്പോ ട്രാവലർ അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു കോഡ് വെച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഗ്രൂപ്പ് 16 ഓർത്തിരിക്കാൻ പറ്റും. ഇത് എന്റെ ഒരു കോഡുകളും ഞാൻ നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നല്ല മനസ്സിലാവുന്ന കുറച്ച് കോഡുകൾ സെലക്ട് ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതാണോ നല്ല സൗകര്യം തോന്നുന്നത് അത് തന്നെ പഠിക്കുക കേട്ടോ. നമ്മളിതിൽ ഓരോന്നിലും നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് ഓരോ ഉദാഹരണങ്ങൾ കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു ഗ്രൂപ്പ് 16 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഗ്രൂപ്പ് 16 വരുന്ന ഒന്നാണ് ഓക്സിജൻ അല്ലെ. അറ്റോമിക് നമ്പർ 8 പ്രോട്ടോന്റെ എണ്ണം 8, ഇലക്ട്രോണിന്റെ എണ്ണം 8. അതുകൊണ്ട് തന്നെ നമുക്ക് 8 പ്രോട്ടോൺ പ്ലസ് എന്ന് കാണിച്ചു. ആദ്യത്തെ ഷെല്ലിൽ 2 പാർക്ക് ചെയ്തു. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര പാർക്ക് ചെയ്യാൻ പറ്റും? 8 പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 6 ഇലക്ട്രോണുകളെ ഉള്ളൂ. അപ്പം എത്ര എണ്ണം എം ടി ആണ്? 2 സ്പേസ് എം ടി ആണ്. അടുത്ത ആളെ നോക്കാം. സൾഫറിനെ നോക്കി. അറ്റോമിക് നമ്പർ 16, പ്രോട്ടോണുകളുടെ എണ്ണം 16. ആദ്യത്തതിൽ 2 ഫില്ല് ചെയ്തു. രണ്ടാമത്തതിൽ 8 ഫില്ല് ചെയ്തു. 8 2 10. ഇനി അടുത്തതിൽ എത്ര ഫില്ല് ചെയ്യാം? 6 ഫില്ല് ചെയ്യാം. അപ്പൊ ഇവിടെയും 2 വേക്കന്റ് ആണ്. അപ്പൊ ഇവരുടെ ബാഹ്യമത ഷെല്ലുകളുടെ ഇലക്ട്രോൺ എത്രയാണ്? 6 വാലൻസ് ഇലക്ട്രോൺ 6. അപ്പൊ ആ ഒരു വാലൻസ് ഇലക്ട്രോൺ എങ്ങനെ കിട്ടി? അവരെയും നമ്മൾ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ചു. എത്ര കിട്ടി? 6 എന്ന് കിട്ടി. വളരെ ഈസിയാണ്. ഇനി നമുക്ക് വാലൻസ് ഇവിടെ എത്ര ആയിരിക്കും? 2 ആയിരിക്കും. കാരണം ഈ ഒരു 2 ഇലക്ട്രോണിനെ വാങ്ങുന്നതാണ് ഇവർക്ക് എളുപ്പം അല്ലെ. ഈ എത്രണ്ണത്തെ കൊടുക്കുന്നതിന് പകരം ഈ ഒരു 6 ഇലക്ട്രോണിനെ കൊടുത്ത് ആ ഒരു ഫുള്ള് പാർക്കിംഗ് സ്പേസ് ക്ലോസ് ആക്കുന്നതിനേക്കാളും എളുപ്പം ഈ ഒരു 2 ഇലക്ട്രോണിനെ വാങ്ങി ഇവിടെ 8 പാർക്കിംഗ് സ്പേസ് ക്ലോസ് ആക്കുന്നതാണ് ആർക്ക് എളുപ്പം? ഓക്സിജൻ എളുപ്പം. അതുകൊണ്ട് അവരുടെ വാലൻസി എത്രയാണ്? 2. സൾഫറിന്റെ കേസിലും അത് തന്നെയാണ്. 2 ഇലക്ട്രോണിനെ കൂടെ വാങ്ങുന്നതാണ് ആർക്ക് എളുപ്പം? സൾഫറിന് എളുപ്പം. ഇനി ഇവരെ നമ്മൾ വിളിക്കുന്നതാണ് ഓക്സിജൻ ഫാമിലി എന്ന് വിളിക്കും. ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ ഒരു പേരുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ്? ചാൾക്കോജൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ചാൾക്കോജൻസ്. ഇനി ഇവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം. വീണ്ടും നമ്മൾ ഇവിടെ ഫില്ല് ചെയ്തായിരുന്നു. അടുത്ത ഫില്ല് ചെയ്യേണ്ടത് വലത്തെ സൈഡിലാണ് കേട്ടോ. വലത്തെ സൈഡിലാണ്. ഈ ഒരു ഓർഡർ നിങ്ങൾ കറക്റ്റ് അറിയിക്കണം. ഇനി നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. ആദ്യമേ 4 ഫില്ല് ചെയ്തു. 5ാമത്തത് തൊട്ട് നമ്മൾ വീണ്ടും ഒരു ക്ലോക്ക് വൈസ് ഓർഡറിലാണ് പോകുന്നത്. ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഇനി അടുത്ത ആളെ നോക്കാം. 17ാമത്തെ ഗ്രൂപ്പ് ആരാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെനസീൻ. ഇപ്പൊ ഗ്രൂപ്പ് 17 9ാമത്തെ അറ്റോമിക് നമ്പറാണ് തുടങ്ങുന്നത്. ആരാണ്? ഫ്ലൂറിനാണ്. രണ്ടാമത്തത് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ടെന്നസീൻ. ഇവരെ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ഒരു കോഡുണ്ട്. ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ ഓസ്ട്രേലിയ എന്ന് ഓർത്ത് വെക്കാം. എന്താണ് ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ ഓസ്ട്രേലിയ എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് 17 നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു അവസാനത്തെ മൂലകം നമ്മൾ പലപ്പോഴും കോഡിൽ പറയുന്നില്ല, കാരണം ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മിക്കവാറും പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ ഒരു അവസാനത്തത് വളരെ വിരളമായിട്ട് മാത്രമേ നമുക്ക് ചാൻസ് ഉള്ളൂ. അത് വളരെ അതുകൊണ്ട് അതിന്റെ കോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഫസ്റ്റ് ക്ലാസ് ബിരിയാണി ഇൻ ഓസ്ട്രേലിയ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ 5 മൂലകങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു ഗ്രൂപ്പ് 17 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അറ്റോമിക് നമ്പർ ഫ്ലൂറിന്റെ 9, പ്രോട്ടോണുകളുടെ എണ്ണം 9, ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 9. അപ്പൊ 9 പ്രോട്ടോൺ പ്ലസ് ഉണ്ട്. ആദ്യത്തെ ഷെല്ലിൽ 2 ഫില്ല് ചെയ്തു. രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഫില്ല് ചെയ്തു? 7 ഫില്ല് ചെയ്തു. എത്ര വേക്കന്റ് സ്പേസ് ഉണ്ട്? ഒരു കാറുള്ള പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. രണ്ടാമത്തെ ക്ലോറിൻ എടുത്തു. അറ്റോമിക് നമ്പർ 17, പ്രോട്ടോൺ 17 പ്രോട്ടോൺ പ്ലസ് ആണ്. 2 ഫില്ല് ചെയ്തു. 8 ഫില്ല് ചെയ്തു. 8 2 10. മൂന്നാമത്തതിൽ 7 ഫില്ല് ചെയ്തു. ഒരു വേക്കന്റ് സ്പേസ് ഉണ്ട്. ഇനി അവരുടെ വാലൻസ് ഇലക്ട്രോൺ ബാഹ്യമത ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 7. എങ്ങനെ കണ്ടുപിടിച്ചു? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഗ്രൂപ്പ് നമ്പർ -10. 17 - 10 എത്രയാണ്? 7 കിട്ടി. വാലൻസി എത്രയാണ്? 1 അല്ലെ. ഒരു ഇലക്ട്രോണിനെ വാങ്ങുന്നതാണ് ഈ 7 ഇലക്ട്രോണിനെ കൊടുക്കുന്നതിനേക്കാളും ആർക്ക് എളുപ്പം? ഈ ഗ്രൂപ്പ് 17 മൂലകങ്ങൾക്ക് എളുപ്പം. അതുകൊണ്ടാണ് അവരുടെ വാലൻസി 1 എന്ന് വന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു ഓർഡർ നിങ്ങൾ നോക്കണം. 1ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി 1, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി 2, 13ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി 3, 14ാമത്തെ ഗ്രൂപ്പിന്റെ വാലൻസി 4. പിന്നെ 15ാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. എത്ര വന്നു? 15ാമത്തെ ഗ്രൂപ്പ് ആകുമ്പോൾ വീണ്ടും 3 വന്നു. 16ാമത്തെ ഗ്രൂപ്പ് ആയപ്പോൾ വീണ്ടും 2 വന്നു. 17ാമത്തെ ഗ്രൂപ്പ് ആയപ്പോൾ വീണ്ടും 1 വന്നു. ആ ഒരു ഓർഡറിലാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്. നമ്മൾ ഒരിക്കലും ഫ്ലൂറിൻ ഫാമിലി എന്ന് വിളിക്കത്തില്ല കേട്ടോ. അവരെ ഫ്ലൂറിൻ കുടുംബം എന്ന് വിളിക്കത്തില്ല. നമ്മൾ അവരെ ഹാലജൻസ് എന്നാണ് വിളിക്കുന്നത്. എന്താണ് ഹാലജൻസ്?
ഓക്സിജൻ ഫാമിലിക്ക് നമ്മൾ വേറൊരു പേര് പറഞ്ഞു, എന്താണ്? ചാൽക്കജൻസ്. ഈ ഒരു ഫ്ലൂറിൻ ഫാമിലിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹാലജൻസ്. ഒരിക്കലും നമ്മൾ ഫ്ലൂറിൻ ഫാമിലി എന്ന് പറയില്ല, നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. ഇനി അവിടുത്തെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നമ്മൾ വീണ്ടും ക്ലോക്ക് വൈസിൽ ഫില്ല് ചെയ്തു. 2, 4, 6, 7 ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഇനി അടുത്ത നമ്മൾ അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 18. അതിൽ ആദ്യം വരുന്ന ആളാണ് 2 അറ്റോമിക് നമ്പറുള്ള ഹീലിയം എന്ന് പറയുന്നത്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഒഗനസോൺ, ഇവരാണ് എന്തെന്ന് പറയുന്നത് ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത്. ഇവരുടെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, ആദ്യത്തെ അറ്റോമിക് നമ്പറുള്ള 1 എലമെന്റ് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതേപോലെ അവസാനത്തെ 118 ആളെയും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഒഗനസോൺ ആണ്. അത് 118 ഉള്ള ആ ഒരു 118 അറ്റോമിക് നമ്പറുള്ള എലമെന്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇവരെ ഓർത്തിരിക്കാനായിട്ട് ഹി നെവർ അറൈവ്ഡ്, ഹീലിയം, നിയോൺ, ആർഗൺ. കാരൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് കേട്ടോ. എക്സൈറ്റഡ്, കാരണം സിനോൺ വെച്ച് നമുക്ക് കോഡ് ഉണ്ടാക്കാൻ പാടാണ്, എക്സി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് തിരിച്ച് ഈ എക്സ് എന്ന് ഇട്ടത് കേട്ടോ. എക്സൈറ്റഡ് വിത്ത് റോൺ. ഹി നെവർ അറൈവ്ഡ്, കാരൻ എക്സൈറ്റഡ് വിത്ത് റോൺ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോഡ് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. അവിടെ എക്സൈറ്റഡ് എന്നുള്ളത് എക്സി എന്നാണ് നമുക്ക് വരെ എടുക്കേണ്ടത് കേട്ടോ, തിരിച്ചാണ് എടുക്കേണ്ടത്. അതാണ് സിനോൺ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് 18 ആദ്യത്തെ ആളെടുത്ത് ഹീലിയം, അറ്റോമിക നമ്പർ 2 ആണ്, പ്രോട്ടോണിന്റെ എണ്ണം 2 ആണ്, ഇലക്ട്രോണിന്റെ എണ്ണം 2 ആണ്. അപ്പോൾ 2 പ്രോട്ടോൺ പോസിറ്റീവ് കാണിച്ചു. അതിന്റെ ആദ്യത്തെ ഷെല്ലിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. കാരണം എന്താണ്? 2 ഇലക്ട്രോണേ ഉള്ളൂ, കംപ്ലീറ്റ് പാർക്കിംഗ് സ്പേസും ഫില്ല് ചെയ്തു. ഇനി രണ്ടാമത്തെ ആളെ എടുത്തു നമ്മൾ. രണ്ടാമത്തെ ആള് 10 ആണ്. ആദ്യത്തെ 2 ഫില്ല് ചെയ്തു, രണ്ടാമത്തേതിൽ 8 ഫില്ല് ചെയ്തു, കംപ്ലീറ്റ് പാർക്കിംഗ് സ്പേസും ക്ലോസ് ആയി. മൂന്നാമത്തെ ആളെ നമ്മൾ എടുത്തു, ആർഗൺ 18. മൂന്നാമത്തെ ആളാണ് ആർഗൺ. ആർഗണെ നിങ്ങൾ എടുത്താൽ 2 ആദ്യത്തേൽ ഫില്ല് ചെയ്തു, 8 രണ്ടാമത്തേൽ ഫില്ല് ചെയ്തു, മൂന്നാമത്തേൽ 18 എടുക്കത്തില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞു. എന്താ കാരണം? അവസാനത്തെ ഷെല്ല് 8 കൊള്ളത്തുള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്തു? വീണ്ടും 8 കൊടുത്തു. അപ്പൊ 2ഉം 8ഉം 10ഉം 8ഉം 18 അവിടെ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. അപ്പൊ നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലെ മൂലകങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവരുടെ പാർക്കിംഗ് സ്പേസ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലെ. അതാണ് ഈ ഒരു ഗ്രൂപ്പ് 18ന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇവര് വേറെ ആരെങ്കിലും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്താണ്? ഇനേർട്ട് ആണ് അല്ലെ. അവർ ഇനേർട്ട് ആണ്. അവർക്ക് വേറെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങിയോ വാങ്ങുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവരുടെ പാർക്കിംഗ് സ്പേസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഹീലിയത്തെ സംബന്ധിച്ചുള്ള 2 ആണെങ്കിലും അവരുടെ പാർക്കിംഗ് സ്പേസ് എന്താണ്? ഫിൽഡ് ആണ്. നിയോണിൽ 8 ആണ്, ഫിൽഡ് ആണ്. ആറുകളിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഇവരിൽ ഏതെടുത്താലും അവരുടെ ബാഹ്യമത ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഇവരെന്താണ്? ഇനേർട്ട് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇവരുടെ ബാലൻസ് ഇലക്ട്രോൺസിൽ എത്താണ്? ബാഹ്യമത ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? നേരത്തെ പോലെ തന്നെ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ചാൽ മതി. അതായത് ഗ്രൂപ്പ് നമ്പർ 10ൽ കൂടുതൽ വരുന്നവര് കേട്ടോ, ഗ്രൂപ്പ് 13 മുതൽ അങ്ങോട്ട് വരുന്നവരെല്ലാം ആ ഒരു ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ബാലൻസ് ഇലക്ട്രോൺസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഇവരുടെ ബാലൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യത്താണ് 0 ആണ്. കാരണം ഇവരെ ആർക്കും കൊടുക്കുന്നുമില്ല, വാങ്ങുന്നുമില്ല. കൊടുക്കുന്നുമില്ല, വാങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ബാലൻസ് എന്താണ്? 0 ആണ് അല്ലെ. ഇനി ഇവരെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് എന്തെന്ന് പറഞ്ഞത്? ഇനേർട്ട് ഗ്യാസ്. കാരണം ഇവരുടെ ബാലൻസി ഫില്ലായതുകൊണ്ട് ഇവർ ആരെയും നിന്ന് കൊടുക്കുന്നില്ല, വാങ്ങുന്നില്ല. അതിനെ നമ്മൾ അലസ വാതകങ്ങൾ എന്ന് പറയും. അലസ വാതകങ്ങൾ. ഇവർ ആരുമായിട്ട് എന്ത് ചെയ്തില്ല? റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. ഇനി ഇവർ വളരെ കുറഞ്ഞ അളവിലാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ റെയർ ഗ്യാസസ് എന്നാണ് വിളിക്കുന്നത്, അപൂർവ വാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇവർക്കുള്ള വേറെ ഒരു പ്രത്യേകതയും കൊണ്ട് ഇവർ നോബിൾ ആണ് അല്ലെ. ഇവർ പ്രത്യേകിച്ച് ഒരു പ്രത്യേക സ്പെഷ്യാലിറ്റി ഉള്ള മൂലകങ്ങളാണ് അല്ലെ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത, പാർക്കിംഗ് സ്പേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത മൂലകങ്ങളാണ്. അവരെ നമ്മൾ ഉത്കൃഷ്ട വാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്. ഈ ഒരു 3 പേര് ചോദിച്ചാൽ നിങ്ങൾ അറിയേണ്ടത് ഇവർ ഗ്രൂപ്പ് 18ലെ മൂലകങ്ങളാണ്. ഏതൊക്കെ? ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ്, അപൂർവ വാതകങ്ങൾ അല്ലെങ്കിൽ റെയർ ഗ്യാസസ്, അലസ വാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ്. ഈ ഒരു പേര് വന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ അറിയേണ്ടത് ഇവരുടെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എടുത്തു, നമ്മളപ്പോൾ ക്ലോക്ക് വൈസ് ആയിട്ട് ഫില്ല് ചെയ്തു. അങ്ങനെ ഒരു 8 ബാഹ്യമത ഷെല്ലുകളുടെ ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്തു? ഫില്ല് ചെയ്തു. ഇനി ഗ്രൂപ്പ് നമ്പറും അവരുടെ മൂലകത്തിന്റെ കുടുംബവും നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ വിളിച്ചതാണ് ആൽക്കലി ലോഹങ്ങൾ. രണ്ടാമത്തതിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 വരെ ഉള്ളവരെ നമ്മൾ സംക്രമ ലോഹങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് വിളിച്ചു. 13ാമത്തെ ഗ്രൂപ്പിനെ ബോറോൺ കുടുംബം, 14ാമത്തെ ഗ്രൂപ്പിനെ കാർബൺ കുടുംബം, 15ാമത്തെ ഗ്രൂപ്പിനെ നൈട്രജൻ കുടുംബം, 16ാമത്തെ ഗ്രൂപ്പിനെ ഓക്സിജൻ കുടുംബം, 17ാമത്തെ ഗ്രൂപ്പിനെ ഹാലജനുകൾ അല്ലെ എന്ന് വിളിച്ചു. ഇനി 16ാമത്തെ ഓക്സിജൻ കുടുംബത്തിന് വേറൊരു പേര് പറഞ്ഞു, ചാൽക്കോജൻസ്. 18ാമത്തെ കുടുംബത്തിനെ നമ്മൾ ഉത്കൃഷ്ട വാതകങ്ങൾ എന്ന് വിളിച്ചു അല്ലെ. ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്, അല്ലെങ്കിൽ അപൂർവ വാതകങ്ങൾ റയർ ഗ്യാസ്, അല്ലെങ്കിൽ അലസ വാതകങ്ങൾ ഇനേർട്ട് ഗ്യാസ് എന്ന് വിളിച്ചു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് അറിയേണ്ടത്, ഈ ഒരു ഗ്രൂപ്പ് 1നെയും ഗ്രൂപ്പ് 2നെയും നമ്മൾ നേരത്തെ പറഞ്ഞു വിളിക്കുന്ന പേരെന്താണ്? എസ് ബ്ലോക്ക് എലിമെന്റ്സുകളാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത ഈ ഒരു പി ബ്ലോക്കിൽ ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെ ഉള്ള ആളുകളെ നമ്മൾ പി ബ്ലോക്ക് എലിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? പി ബ്ലോക്ക് എലിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്.
ഇനി ഇവരുടെ ഇടയ്ക്കുള്ള ഇവരെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഏതാണ്? ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ ഉള്ളവരെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. അവരുടെ വേറൊരു പേര് ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കും. ഈ അടുത്ത ആ താഴെയുള്ള ലാന്തനോഡുകളും ആക്ടിനോഡുകളും ഉണ്ട്. ലാന്തനോഡുകൾ നമുക്ക് റെയർ എർത്ത് മെറ്റൽ എന്നൊരു പേര് കൂടെ നമ്മൾ വിളിക്കാറുണ്ട്. എന്താണ്? റെയർ എർത്ത് മെറ്റൽ എന്നും വിളിക്കാറുണ്ട് ആരെ? ലാന്തനോഡുകളെ. ആക്ടിനോഡുകളെ നമ്മൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്നും ആക്ടിനോഡുകളെ വിളിക്കാറുണ്ട്. അവരെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, പി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉണ്ട്. ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെ ഉള്ളവരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. പിന്നെ ആക്ടിനോഡ്സിനെയും ലാന്തനോഡ്സിനെയും നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്ക് വേറൊരു പേരുണ്ട്, അന്തസംക്രമണ മൂലകങ്ങൾ. അന്തസംക്രമണ മൂലകങ്ങൾ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ്. കാരണം സംക്രമണ മൂലകങ്ങൾ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് ഇവരല്ലേ. സംക്രമണ മൂലകങ്ങളാണ്, ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് ഇവർ. ഇവരുടെ ഇടയ്ക്ക് 2 വേക്കന്റ് സ്പേസ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അവരെയാണ് ആരെ ഫില്ല് ചെയ്യുന്നത്? നമ്മുടെ ലാന്തനോഡുകളെയും ആക്ടിനോഡുകളെയും ഫില്ല് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് അവരെ നമ്മുടെ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കാനുള്ള കാരണം. ഇനി എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കൂടെ ചേർന്നിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേര് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക, റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് വിളിക്കും. പ്രാതിനിധ്യ മൂലകങ്ങൾ. എന്താണ്? പ്രാതിനിധ്യ മൂലകങ്ങൾ. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു ബാഹ്യമത ഷെല്ലിലെ ഇലക്ട്രോണുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ആയിരിക്കും, ഇവിടെ 2 ആയിരിക്കും, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8. ആ ഒരു ക്രമമായ ഓർഡറിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. അതുകൊണ്ടാണ് എസ് ബ്ലോക്ക് പ്ലസ് പി ബ്ലോക്കിനെ നമ്മൾ റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് അല്ലെങ്കിൽ പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഒരു ഗ്രൂപ്പ് നമ്പറിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കി അല്ലെ. ഒരു ഗ്രൂപ്പ് നമ്പർ എന്തിന്റെ ഇൻഫർമേഷൻ നൽകും? അതിലുള്ള വാലൻസ് ഇലക്ട്രോണുകളുടെ ഇൻഫർമേഷൻ നൽകും. അങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു പീരീഡ് നമ്പർ? നമ്മൾക്ക് എന്തിന്റെ ഇൻഫർമേഷൻ ആണ് നൽകുന്നത്? പീരീഡ് നമുക്കറിയാം 1 തൊട്ട് 7 പീരീഡുകളാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉള്ളത്. അവർ നമുക്ക് അതിലുള്ള ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റലുകളുടെ എണ്ണമാണ് നൽകുന്നത് കേട്ടോ. ഷെല്ലുകൾ അല്ലെങ്കിൽ ഓർബിറ്റലുകളുടെ എണ്ണമാണ് ഒരു പീരീഡ് നമ്പർ നമുക്ക് നൽകുന്നത്. നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഗ്രൂപ്പ് ഒരു പീരിയോഡിക് ടേബിളിൽ കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻ ഏത് പീരീഡിലാണ് വരേണ്ടത്? ഒന്നാമത്തെ പീരീഡിലാണ് വരേണ്ടത് അല്ലെ. അപ്പോൾ ഹൈഡ്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് നമ്മൾ ഒരു ഷെല്ല് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു ഷെല്ലല്ലേ ഉള്ളൂ, ഒരു ഷെല്ലേ ഉള്ളൂ. അവർ ഏത് പീരീഡിലാണ്? ഒന്നാമത്തെ പീരീഡിലാണ്. ഇനി നമുക്ക് പൊട്ടാസ്യം ഒന്ന് നോക്കാം. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്, 4ാമത്തെ പീരീഡിലാണ് വരുന്നത്. അപ്പം അവർക്ക് എത്ര ഷെല്ലുകൾ ഉണ്ട് നോക്കിയേ. പൊട്ടാസ്യം 19 ആയതുകൊണ്ട് 2 8 10, 8 18 3 19, 4 ഷെല്ലുകളാണ് അവർക്കുള്ളത്. അതായത് ഇവരുടെ നമ്പർ ഓഫ് ഷെൽസ് എന്താണ്? 4 ആണ്. അവര് 4ാമത്തെ പീരീഡിലാണ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പിലെ മഗ്നീഷ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മഗ്നീഷ്യത്തിന് നോക്കിയാൽ നിങ്ങൾ, മഗ്നീഷ്യത്തിന് 3 ഷെല്ലുകളാണ് വരുന്നത്. മഗ്നീഷ്യത്തിന് 2 8 2, അങ്ങനെ 12 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പൊ മഗ്നീഷ്യം വരുന്ന ഏതാണ്? 3ാമത്തെ പീരീഡിലാണ്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ നമ്പർ ഓഫ് ഷെൽസ് എത്രയാണ്? 3 ആണ്. അങ്ങനെ ഒരു മൂലകത്തിന്റെ നമ്പർ ഓഫ് ഷെൽസ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അവരുടെ പീരീഡിന്റെ നമ്പർ നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ഗ്രൂപ്പ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിന്റെ ഇൻഫർമേഷൻ നൽകുന്നു അല്ലെ. അതായത് ഗ്രൂപ്പ് 1 2 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ അവരുടെ വാലൻസ് ഇലക്ട്രോൺസിന്റെ നമ്പറിന് ഈക്വൽ ആയിരിക്കും. എന്നാൽ ഗ്രൂപ്പ് 13 തൊട്ട് 18 എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രൂപ്പ് നമ്പറിൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഭാഗ്യമത ശരിയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കിട്ടും. ഇനി പീരീഡ് നമ്പർ ആണെങ്കിലോ, പീരീഡ് നമ്പർ അതിന്റെ നമ്പർ ഓഫ് ഷെൽസ് അല്ലെങ്കിൽ ഓർബിറ്റ്സിന്റെ ഇൻഫർമേഷൻ ആണ് നമുക്ക് നൽകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കി ക്ലാസ്സിൽ, ഇനി വരുന്ന ക്ലാസ്സിൽ എന്ത് ചെയ്യും, നമ്മൾ ബാക്കി കാര്യങ്ങൾ വളരെ കൺസെപ്റ്റ് വൈസ് തന്നെ എന്ത് ചെയ്യും, പഠിച്ച് മുന്നോട്ട് പോകും. അപ്പൊ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.